സർജുകളിൽ നിന്ന് നമ്മുടെ അപ്ലയൻസിനെ നമ്മുടെ വയറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ SPD എന്ന് പറയുന്നത്. പ്രധാനമായും 2 രീതിയിലുള്ള സർജുകളാണുള്ളത്. ഒന്ന് ലൈറ്റ്നിങ് സർജുകളാണ്, നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന സർജുകളാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർജുകളാണ്. അത് ഇലക്ട്രിക്കൽ സർജുകൾ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സ്പൈക്കുകളാണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ ഉള്ള ഹെവി ആയിട്ടുള്ള മെഷീനുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വോൾട്ടേജ് സ്പൈക്കുകളെയാണ് സർജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് വിഷ്വലി കാണാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ ഇത് നമ്മുടെ അപ്ലയൻസിനെ എഫക്റ്റ് ചെയ്യും. ഇത് പ്രധാനമായിട്ട് 3 ടൈപ്പിലുള്ള SPDs ആണുള്ളത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ളതാണ്. നമുക്കുണ്ടാകുന്ന മഴക്കാലത്ത് ഉണ്ടാകുന്ന ലൈറ്റ്നിങ് നിന്ന് നമ്മുടെ അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് 1 എന്ന SPDs യൂസ് ചെയ്യുന്നത്. എന്നാൽ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ സർജുകൾ, വോൾട്ടേജ് സ്പൈക്കുകളിൽ നിന്നും നമ്മുടെ അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് 2 SPDകൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ഡിവൈസുകൾക്ക് വേണ്ടി വയ്ക്കുന്ന ചെറിയ MOVs പോലുള്ള ചെറിയ 10 പൈസ വലുപ്പത്തിലുള്ള ചെറിയ ഒരു ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ചെറിയ SPDs ആണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ മൾട്ടിപിൻ സോക്കറ്റുകളിലും അങ്ങനെ ഈ നമ്മുടെ ചില മെഷീനുകളിലൊക്കെ അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ചെറിയ SPDs. ലൈറ്റിംഗ് പ്രൊട്ടക്ഷനൊന്നും അതില്ല, ചെറിയ ചെറിയ സർജുകളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ആണ്. ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന SPDകളും ഉണ്ട്. അങ്ങനത്തെ SPDകളാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാൻ രൂപേഷ് പതാലിൽ വയറിംഗ് സൊല്യൂഷൻ എക്സ്പെർട്ടാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.